ബൈബിൾ പറയുന്നത് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ആസ്പെക്റ്റാണ്. അത് നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ടല്ല. നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഒന്നും ചെയ്തിട്ടല്ല. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നതനുസരിച്ച് മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരിൽ ആദ്യത്തെ മനുഷ്യൻ ആദാമാണെന്ന് വളരെ വ്യക്തമായി നമുക്ക് പഠിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ആദാമിൻ്റെ മക്കൾ എല്ലാം ദൈവത്തിൻ്റെ മക്കൾ തന്നെ ആകണം. അതാണല്ലോ സത്യം. അങ്ങനെയെങ്കിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ KG മനോജ് അവർക്ക് ഈ ആശയം കിട്ടിയത് മറ്റ് ഒരു പുസ്തകത്തിൽ നിന്നാണെന്ന് ഞാൻ ധരിക്കുന്നില്ല. സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് തനിക്ക് പഠിപ്പിക്കാനുള്ള ആശയം കിട്ടിയത് വിശുദ്ധ ബൈബിളിൽ നിന്നാണ്. കാരണം താൻ തുടക്കത്തിലേ പറയുന്നുണ്ട് ബൈബിൾ പഠനം അനുസരിച്ച്. അപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങയോട് ആദ്യം ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇതേ ബൈബിളിൽ തന്നെ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ ആകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അടിപ്പാനത്രേ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. ഇവിടെ സകല മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണെന്ന് അങ്ങ് കണ്ടെത്തിയ അതേ പുസ്തകത്തിൽ തന്നെ പിശാചിന്റെ മക്കൾ എന്ന നിലയിൽ ഒരു കൂട്ടരെ പഠിപ്പിക്കുന്നു. ഈ വാക്യം മാത്രമല്ല, എൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലും ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. അപ്പോൾ ഇവിടെ 2 തരം മക്കളെയും 2 തരം അപ്പന്മാരെയും കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ മക്കൾ, അതായത് ദൈവം സൃഷ്ടിച്ച ആദാം മുതൽ ഇവിടേക്ക് പോന്ന മക്കൾ. അതിനെക്കുറിച്ചാണല്ലോ അങ്ങ് പറഞ്ഞത്. എന്നാൽ മറ്റൊരു മക്കളെ പറയുന്നുണ്ട്, അതിൻ്റെ അപ്പൻ പിശാചാണ്. ദൈവം ആദാമിനെ സൃഷ്ടിച്ചതുപോലെ പിശാച് എന്തെങ്കിലും മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരായിരിക്കും? അവരുടെ സന്താന പരമ്പരകൾ ഇപ്പോഴുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയായിരിക്കും? അവരും മനുഷ്യരും തമ്മിൽ, അതായത് പിശാച് സൃഷ്ടിച്ച മനുഷ്യനും ദൈവം സൃഷ്ടിച്ച മനുഷ്യനും തമ്മിൽ എന്താണ് വ്യത്യാസം? അങ്ങേക്കൊന്ന് പറയാമോ? അതോ ഈ ദൈവം സൃഷ്ടിച്ച മക്കളിൽ കുറെ എണ്ണത്തിന് പിശാച് കൊണ്ടുപോയി പിശാച് തൻ്റെ അടിമത്തത്തിൽ വെച്ചുകൊണ്ട് ഒരു പിതാവിനെ പോലെ പിശാച് പരിചരിക്കുകയും പിശാചിന്റെ മക്കളാക്കി വെച്ചിരുന്നു കൊണ്ടുവരികയും ചെയ്യുന്നു? ഇതാണോ സത്യം? അങ്ങയുടെ അഭിപ്രായം എന്ന് പറയുമോ? മാത്രമല്ല, അങ്ങ് പറഞ്ഞു ഒരു പ്രവൃത്തിയും ചെയ്തിട്ടല്ല നാം ദൈവത്തിന്റെ മക്കളായി തീർന്നത്. അത് ശരി തന്നെയാ. എന്നാൽ അതിനെക്കുറിച്ച് അങ്ങ് ഒരു വാക്കും കൂടി പറയുന്നുണ്ട്, അതൊന്ന് കേൾക്കാം നമുക്ക്. മറിച്ച് ഒന്നും ചെയ്യാതെ തന്നെ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ളതാണ് ബൈബിൾ അടിവരയിട്ട് പറയുന്ന കാര്യം. ബൈബിൾ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്നും ചെയ്യാതെ നമ്മൾ അവൻ്റെ മക്കളായി തീർന്നു. സാറേ, ഞാൻ വചനത്തിൽ കണ്ടെത്തിയത് ഈ പ്രവൃത്തികളൊന്നും നമ്മൾ ചെയ്യണ്ട, പക്ഷെ നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ടെന്നോ വിശുദ്ധ വേദപുസ്തകം വളരെ സ്പഷ്ടമായി അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട്. അങ്ങയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ലെങ്കിൽ ഞാനിതൊന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അടുത്ത വാക്യം കൊണ്ട് ചേർത്ത് വായിക്കാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ 2 വാക്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളൊരു പദം എടുത്തു പറയുന്നുണ്ട്. ദൈവം ജനം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഒരുവരെ നൽകുവാൻ ദൈവം ലോകത്തെ സ്നേഹിച്ചു. പക്ഷേ
ആര് അവനെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ, അതായത് ദൈവം ലോകത്തിലേക്ക് അയച്ചവനിലൂടെ ദൈവം ഒരുക്കുന്ന ആ രക്ഷയെ ആര് സ്വായത്തമാക്കണമോ അവൻ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. വലിയ പ്രവൃത്തിയൊന്നുമില്ല. മല കയറണ്ട, വെടിക്കെട്ട് വേണ്ട, നേർച്ച വേണ്ട, കാഴ്ച വേണ്ട, പെരുന്നാൾ നടത്തണ്ട, ഒന്നും വേണ്ട. വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവനിൽ വിശ്വസിക്കുന്ന ഏവനും, താഴ്ത്തവാക്യം തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും. ഇവിടെ രണ്ടും, ഏവനും എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്ന ഏവനും. അങ്ങനെയെങ്കിൽ ഡോക്ടർ KG മനോജ് അവരോട് ചോദിക്കട്ടെ, അവന്റെ മക്കളായി തീരണമെങ്കിൽ നമ്മുടെ പക്ഷത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യണമോ? ചെയ്യണമല്ലോ. വിശുദ്ധ ബൈബിൾ പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ആ ദൈവത്തിന്റെ സംഭാവനയായ തൻ്റെ പുത്രൻ തന്നിലൂടെ ഒരുക്കിയ നിത്യരക്ഷ എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതാണ് വചനം പറയുന്നത്. പിന്നെ അങ്ങ് പറഞ്ഞു യാതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഒരു വ്യക്തി ഇവിടുത്തെ പൗരത്വം ലഭിക്കേണ്ടതിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, തദ്ദേശ ഭരണ കേന്ദ്രത്തില് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? രജിസ്റ്റർ ചെയ്യാതെ ഞാൻ ഇന്ത്യയിൽ ജനിച്ചൊരു വ്യക്തിയാണ്, എന്നെ മാതാപിതാക്കൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ പൗരനായി മാറുമോ? ഇവിടുത്തെ നിയമം അനുസരിച്ച് തദ്ദേശ ഭരണ കേന്ദ്രങ്ങളിൽ അത് രജിസ്റ്റർ ചെയ്ത് ഇങ്ങനൊരു വ്യക്തി ഇവിടെ ജനിച്ചു എന്ന് അറിയിക്കണമെങ്കിൽ, സാറേ, ദൈവം അയച്ച ആ പുത്രനിൽ വിശ്വസിക്കുന്നവന് മാത്രമേ തൻ്റെ മക്കളായി തീരുവാനുള്ള അവകാശമുള്ളൂ എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ അങ്ങേക്ക് ഈ അഭിപ്രായം, ഈ ആശയം എവിടെ നിന്ന് കിട്ടി? ഡിഗ്രിയും വിദ്യാഭ്യാസമെല്ലാം കൊള്ളാം, എത്രത്തോളം എടുക്കണമോ അത്രത്തോളം എടുക്കാം. പക്ഷേ വേദവചനം പഠിക്കുന്നവർ വിശുദ്ധ വേദപുസ്തകത്തിൽ വിശ്വാസമർപ്പിച്ച് തൻ്റെ വിശ്വാസത്തിന്റെ കാൽച്ചുവട് വിശുദ്ധ വചനങ്ങളിൽ ഉറപ്പിച്ച് പഠിപ്പിച്ചില്ല എങ്കിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റും. താങ്കൾ ക്രിസ്തീയ സമൂഹത്തെയും വിശുദ്ധ വേദപുസ്തകത്തെയും കരിവാരി തേക്കുവാൻ വേണ്ടിയാണോ താങ്കൾ ഒരു തിയോളജി വിദ്യാർത്ഥിയായി കടന്നു വന്ന് തിയോളജിയിൽ ഡോക്ടറേറ്റ് എടുത്തത് എന്നൊരു എനിക്കൊരു സംശയമുണ്ടാകുന്നു. പക്ഷേ ഞാൻ മറ്റൊരു ആശയം കണ്ടെത്തിയത് പറയാം. വിശുദ്ധ വേദപുസ്തകത്തെ കച്ചവട ചരക്കാക്കി മാറ്റിയ ഒരു സമൂഹമുണ്ട്. യേശുവിനെയും കച്ചവട ചരക്കാക്കി മാറ്റിയ ഒരു സമൂഹമുണ്ട്. പക്ഷേ മറുഭാഗത്ത് ഈ വിശുദ്ധ വേദപുസ്തകം കയ്യിലേന്തി യേശുവിനെ കച്ചവട ചരക്കാക്കി മാറ്റിയവരെ അവരുടെ പൊള്ളത്തരത്തെയും അവരുടെ വീഴ്ചകളെയും എടുത്തു കാണിച്ചുകൊണ്ട് ഒരു സമൂഹം അവരുടെ ഉപജീവന മാർഗമാക്കി മാറ്റിയിട്ടുണ്ട്. മനസ്സിലായില്ലെങ്കിൽ ലളിതമായ ഭാഷയിൽ ഞാൻ പറയാം. ലോകത്തിൽ അനേകം വാർത്താ ചാനലുകളുണ്ട്. അവരെല്ലാം ലോകത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും മനുഷ്യന്റെ വിവിധ തരത്തിലുള്ള കാര്യങ്ങളിൽ പ്രയോജനപ്പെടേണ്ടതിന് വാർത്തകൾ അറിയിക്കുമ്പോൾ ചില വ്യക്തികളാട്ടെ സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അവർ ഈ വിശുദ്ധ ബൈബിളിനെയും ബൈബിളിന്റെ വാക്താക്കളെയും മാത്രം കരിവാരി തേച്ചുകൊണ്ട് മാസം പണമുണ്ടാക്കി ജീവിക്കുന്ന അനേകർ സോഷ്യൽ മീഡിയയിലുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു നാമധേയ പെന്തക്കോസ്തുകാരനായി ഇരുന്നിട്ട് ദൈവമെന്താ, ദൈവവചനം എന്താന്ന് തിരിച്ചറിയാതെ കുറെ നാൾ പോയിരുന്നിട്ട് പിന്നെ വന്നിട്ട് പറയും ഞാനും ഒരു പെന്തക്കോസ്തുകാരനായിരുന്നു, അതുകൊണ്ട് പെന്തക്കോസ്ത് സമൂഹം ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് അവരെ കരിവാരി തേച്ച് ചെളിവാരി എറിഞ്ഞ് മാസം കാശുണ്ടാക്കി ജീവിക്കുന്ന പല ബുദ്ധിമാന്മാർ ഇവിടെയുണ്ട്. അതിൻ്റെ ഒരു കാരണം സഭകളിൽ വചനം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പരിണിത ഫലം കൂടിയാണ് ഇത് എന്ന് സൂചിപ്പിക്കുന്നതിൽ എനിക്ക് യാതൊരു ഭയവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ബൈബിൾ കൊണ്ട് ജീവിക്കുന്ന രണ്ട് കൂട്ടം ആളുകൾ. ഒന്ന്, ഈ സമൂഹത്തെ കരിവാരി തേച്ച് ഇതിൽ ചെളിയിളക്കിയിട്ട് അത് സമൂഹത്തെ കാണിച്ച് മാസ വരുമാനം ഉണ്ടാക്കുന്ന ചില വ്യക്തികളും. അപ്പോൾ തന്നെ ഇതിലൂടെ സൗഖ്യം കൊടുക്കുന്നു, വിടുതൽ കൊടുക്കുന്നു, അവിടെ പൊട്ടുന്നു ഇവിടെ പൊട്ടുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് പണമുണ്ടാക്കി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഇവരെ സംബന്ധിച്ചോളം
വിശുദ്ധ ബൈബിൾ അവരുടെ ഒരു ജീവിത മാർഗമാണ്. എന്നാൽ ദൈവസ്നേഹത്തെയും ദൈവത്തെയും തിരിച്ചറിഞ്ഞ് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിന് വിശുദ്ധ വേദപുസ്തകം ജീവന്റെ മാർഗമാണ്. അപ്പോൾ ജീവിത മാർഗമായും ജീവന്റെ മാർഗവുമായി കാണുന്ന ഈ വിശുദ്ധ വേദപുസ്തകത്തെ പഠിക്കേണ്ടുന്ന വിധത്തിൽ പഠിക്കാതെ പോയത് കണ്ടാണ് അങ്ങേക്ക് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ അവനിൽ വിശ്വസിക്കണം. ഇല്ലെങ്കിൽ മറ്റൊരുവന്റെ കാര്യം പറഞ്ഞല്ലോ, ആര്? പിശാചിന്റെ മകൻ ആ ലക്ഷ്യത്തിലേക്ക് പോകും. ഇനി ഇത് സംബന്ധിച്ച് മറ്റു വചനഭാഗങ്ങൾ ഉണ്ടോ, എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. ദൈവം ഭൂമിയിൽ ആദാമിനെ സൃഷ്ടിച്ചു. ആദാമിന്റെ പിന്തുടർച്ച സന്താനമെന്ന നിലയിൽ ഇന്ന് ഭൂമിയിലെ സകല മനുഷ്യരും ഉണ്ടെന്ന് കരുതി അവർ ദൈവത്തിന്റെ മക്കൾ ആകില്ല എന്നും അങ്ങനെ ആകണമെങ്കിൽ അവനിൽ വിശ്വസിക്കണമെന്നും വിശുദ്ധ വേദപുസ്തകത്തിലെ വചനഭാഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഈ യോഹന്നാൻ തന്റെ 1-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറയുന്നു. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. നാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ദൈവമാണ് നമ്മുടെ പിതാവ് എന്ന് നമ്മൾ ഉറപ്പിക്കണമെങ്കിൽ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അവകാശപ്പെടുവാൻ കഴിയുള്ളൂ. അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹവും വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. ഇവിടെയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന, അവന്റെ വചനത്തെ പ്രമാണിക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും. അങ്ങ് പറഞ്ഞതനുസരിച്ച് നമ്മൾ ഒന്നും ചെയ്യണ്ട, നമ്മളെല്ലാം അവന്റെ മക്കൾ. പക്ഷെ വചനം പറയുന്നത് 1 അവനിൽ വിശ്വസിക്കണം, 2 അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. അതല്ലാതെ അവന്റെ മക്കളാണെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ട് നടക്കാമെന്നല്ലാതെ ദൈവമോ ദൈവവചനമോ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മറ്റൊരാശയം നമുക്കൊന്ന് കേൾക്കാം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവാം ദൈവം എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. ആ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നാം തിരിച്ച് അവന് സ്നേഹം കൊടുക്കണം. എങ്ങനെ? ഈ വാക്യം ശ്രദ്ധിക്കുവിൻ. നാം അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കണം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും പറയുന്നു, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് അതിനാൽ അറിയുന്നു. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞു വരുന്നു. അടുത്ത വാക്യം പറയുന്നു, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ അവനോടുള്ള സ്നേഹം. ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് കരുതി നാം അവനെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ ആ ബന്ധം ദൃഢമാകുകയുള്ളൂ. അവനെ സ്നേഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? അവന്റെ കൽപ്പനകളെ പ്രമാണിക്കണം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ അവൻ നമ്മെ സ്നേഹിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല സാർ. അടുത്ത അങ്ങയുടെ പ്രസ്താവന ഒന്ന് കേൾക്കട്ടെ. ദൈവത്തെ എന്നെ നമ്മൾ വേർതിരിപ്പിക്കാൻ പറ്റത്തില്ല. ജീസസിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ എന്നെയും നിങ്ങൾ ആരാധിക്കേണ്ടി വരും. എന്നെ ആരാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെയും നാളെ ആരാധിക്കേണ്ടതായിട്ട് വരും. കാരണം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതും ഇതേ ദൈവം തന്നെയാണ്. ക്രിസ്തുവിനെ ആരാധിക്കുന്നുവെങ്കിൽ എന്നെയും ആരാധിക്കണം. എന്നെ ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങളെയും ആരാധിക്കേണ്ടി വരും. അപ്പൊ നമ്മളെല്ലാം ദൈവമായി മാറുന്നു എന്നാണ് അതിലെ കോൺസെപ്റ്റ്. ഇദ്ദേഹം ഇങ്ങനെ പറയാൻ ഒരു ചിന്ത തൻ്റെ മനസ്സിൽ വന്നു. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമുക്ക് വളർച്ചയുണ്ടായി കഴിഞ്ഞാൽ നമ്മളെ ആരെന്നാ വിളിക്കേണ്ടത്? ദൈവത്തിൻ്റെ മകൻ മുതിർന്നു കഴിയുമ്പോൾ, മെച്ചുറായി കഴിയുമ്പോൾ, പക്വത എത്തിക്കഴിയുമ്പോൾ പിന്നെ ആ ദൈവത്തിൻ്റെ പുത്രനെ വിളിക്കേണ്ടെന്ന പേര് ദൈവമെന്ന് തന്നെയാണ്. കേട്ടല്ലോ, നാം ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ വളർന്നൊരു മെച്യൂരിറ്റി, ഒരു പക്വതയിൽ എത്തുമ്പോൾ
നാം ദൈവമായി മാറുന്നു. നല്ലൊരു ചിന്തയാണ്. നമ്മുടെ ഇന്ത്യയിൽ ജനിച്ച ഒരു വ്യക്തി 18 വയസ്സ് പൂർത്തീകരിച്ചാൽ അവർക്കിവിടെ വോട്ട് ചെയ്യാനും മറ്റുള്ള ചില സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ നിയമത്തിലൂടെ വാങ്ങുവാനുള്ള സ്ഥാനത്ത് അവരാകുന്നു. അതിന് നമ്മുടെ ഇന്ത്യൻ സർക്കാർ വെച്ചിരിക്കുന്ന പ്രായം 18 വയസ്സാണ്. അപ്പോൾ ഏതൊരു കുട്ടിയും ജനിച്ച് വളർന്നു വന്ന് 18 വയസ്സാകുമ്പോൾ ഇവിടുത്തെ ഒരു വോട്ടവകാശിയായി മാറുന്നത് പോലെ, മനോജ് സാറേ, ഈ ദൈവത്തിൻ്റെ മക്കൾ വളർന്ന് എത്രാമത്തെ വയസ്സിലാണ് ഒരു പക്വതയിലെത്തുന്നതെന്ന് പറയാമോ? എനിക്ക് തോന്നുന്നത് അങ്ങേക്ക് ഇപ്പോൾ ഒരു 55 വയസ്സിന് മുകളിൽ കാണണം. എന്നിട്ടും ഒരു പക്വതപരമായി ചിന്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇനി ഏതാ 90ാമത്തെ വയസ്സിലാണോ? അപ്പോൾ പ്രായമൊന്ന് പറയാമോ? പക്ഷെ ഞാനൊന്ന് പറയാം സാർ, ആനയുടെ കുട്ടി വളർന്നു വന്നാൽ അത് ആനയാകും. ആനക്കുട്ടി വലുതായി കഴിയുമ്പോൾ ആനയാകും. ഒരു സിംഹക്കുട്ടി വലുതായി കഴിയുമ്പോൾ സിംഹമാകും. സിംഹത്തിന്റെ കുഞ്ഞ് വളർന്നു വന്നാൽ അത് സിംഹമാകും. മനുഷ്യന്റെ മക്കൾ വളർന്നു വന്നാൽ ആരാകും? മനുഷ്യനാകും. എന്നാൽ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നത് ഒരു പദവിയാണ് സാർ. ഒരു എസ്ഐക്ക് ഒരു മകൻ ജനിച്ച് അവൻ വളർന്നു വന്നിട്ട് 18 വയസ്സ് കഴിഞ്ഞാൽ അവൻ എസ് ഐ ആകുമെന്ന് ശടിക്കല്ലേ? അല്ല, 20 വയസ്സ് അവന് പക്വതയായി, മെച്ചൂരിറ്റി ആയെന്നും പറഞ്ഞ് അവൻ്റെ അപ്പനൊരു എസ് ഐ ആണ്, അതുകൊണ്ട് ഇവനും എസ് ഐ ആകണമെന്ന് പറയല്ലേ സാർ? ഇത് അങ്ങനൊരു കാര്യമല്ല. ദൈവം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കാത്തതിൻ്റെ മിസ്റ്റേക്കാണ് അങ്ങയുടെ സംഭാഷണത്തിലൂടെ പുറത്തു വന്നത്. അതുകൊണ്ട് അങ്ങനെ നാം ദൈവമായി തീരുമെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. ക്രിസ്തുവിനെ നിങ്ങൾ ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെയും ആരാധിക്കണം. ജീസസിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ എന്നെയും നിങ്ങൾ ആരാധിക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കുന്ന ഒരു കഥയാണ്. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. യേശുവിനെ കൂട്ടിക്കൊണ്ടുപോയി ആരും കാണാത്തൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് ഇതേ അവകാശം തന്നെ താൻ ഉന്നയിച്ചു. എന്തോന്ന്? എന്നെ ഒന്ന് ആരാധിപ്പിൻ, വണങ്ങുവിൻ, നമസ്കരിക്കുവിൻ. അപ്പോൾ ഞാൻ തുറന്നൊരു കാര്യം പറയാം, അങ്ങേക്ക് മാനസാന്തരപ്പെടുവാനുള്ള നല്ലൊരു അവസരമാണ് ഞാൻ മുൻപോട്ട് വെച്ച് തന്നിരിക്കുന്നത്. അങ്ങ് പറഞ്ഞു, ഒരു ആനക്കുട്ടി വളർന്നു വന്നാൽ ആനയാകും, ഒരു സിംഹത്തിന്റെ കുട്ടി വളർന്നു വന്നാൽ സിംഹമാകും. ഇനി മറ്റൊന്ന് പറയാം, ഒരു താറാവിന് കുഞ്ഞുണ്ടായാൽ, മുട്ട വിരിഞ്ഞൊരു കുഞ്ഞുണ്ടായാൽ വെള്ളം കണ്ടാൽ അങ്ങോട്ട് ഇറങ്ങും. ഒരു താറാവിനെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കണ്ട, ദേ വെള്ളം നീ ഇറങ്ങണമെന്ന്. ഒരു അണ്ണാനൊരു കുഞ്ഞുണ്ടായാൽ മരം കണ്ട മരത്തെ കയറും. ആരും പറഞ്ഞു കൊടുക്കണ്ട, നീ മരത്തെ കയറിക്കോണം, ശത്രു വരണമെന്ന്. ഒരു പൂച്ചയ്ക്കൊരു കുഞ്ഞുണ്ടായാൽ അത് മ്യാവ് മ്യാവ് എന്ന് കരയാൻ ആരും പഠിപ്പിക്കണ്ട, അത് തന്നെ അതങ്ങനെ ചെയ്തോളും. കാരണം എന്തിൽ നിന്ന് ജനിച്ചോ അതിൽ നിന്ന് നൈസർഗികമായി ലഭിക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. താറാവിന് നീന്താനുള്ള കഴിവ് കിട്ടിയതുപോലെ, അണ്ണാനും കുരങ്ങനുമൊക്കെ മരത്തിലൂടെ ചാടി നടക്കാനുള്ള കഴിവ് കിട്ടിയതുപോലെ, പൂച്ചയ്ക്ക് മ്യാവ് മ്യാവ് എന്ന് കേൾപ്പിക്കാനുള്ള കഴിവ് കിട്ടിയതുപോലെ, എന്തിൽ നിന്ന് ജനിച്ചുവോ ആ പിതൃത്വത്തിന്റെ സ്വഭാവവും ആ പിതൃത്വത്തിന്റെ കഴിവും ആ പിതൃത്വത്തിന്റെ ആശയവും ഉണ്ടാകുമെങ്കിൽ വിശുദ്ധ ബൈബിൾ അടിസ്ഥാനത്തിൽ 2 പേര് മാത്രമേ ഇപ്പോൾ ഇതുപോലെ ബൈബിൾ അടിസ്ഥാനത്തിൽ എന്നെ ആരാധിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ആദ്യം പറഞ്ഞത് യേശുവിനെ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ഒരാൾ പറഞ്ഞു, എന്നെ ഒന്ന് നമസ്കരിക്കുവിൻ. പിന്നെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ടാമത് പറഞ്ഞൊരു വ്യക്തി, നിങ്ങൾ എന്നെ ആരാധിക്കും. അതാര് പറഞ്ഞതാണെന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. ജീസസിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ എന്നെയും നിങ്ങൾ ആരാധിക്കേണ്ടി വരും. നിങ്ങൾ എന്നെ ആരാധിക്കും. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഒരു താറാവിന്റെ കുഞ്ഞിന് നീന്തുവാനുള്ള കഴിവ് അതിൻ്റെ പിതൃത്വത്തിൽ നിന്ന് ലഭിച്ചതുപോലെ തന്നെ ഇങ്ങനെ പറയുവാനുള്ള ഒരു ധൈര്യമുണ്ടായത്
അതിൻ്റെ പിതൃത്വത്തിൽ നിന്നാണെങ്കിൽ ഞാൻ ആദ്യം വായിച്ചല്ലോ, ദൈവത്തിൻ്റെ മക്കളെന്നും പിശാചിൻ്റെ മക്കളെന്നും. ദൈവത്തിൻ്റെ മക്കൾ ദൈവിക സ്വഭാവം കാണിക്കുമ്പോൾ ബാക്കി ഞാൻ പലപ്പോഴും സൗഹൃദ ബന്ധത്തിൽ വിളിച്ച് സംസാരിക്കുകയും ഞാൻ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ തുറന്നു പറയുന്നില്ല, മനോജ് സാർ, അങ്ങേക്ക് മാനസാന്തരപ്പെടുവാനുള്ള ഒരു അവസരം അങ്ങയുടെ വാക്കിലൂടെ തന്നെ വീണ് കിട്ടിയിരിക്കുന്നു. അങ്ങൊന്ന് ചിന്തിക്കുക, എന്നെ ആരാധിക്കേണ്ടി വരുമെന്ന്, എന്നെ ആരാധിക്കണമെന്ന് പണ്ട് യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിൽ കാണുന്നുണ്ടല്ലോ. ഞാൻ അത്യുന്നതരോട് സമനാകും. കാരണം അവിടെയും കെറൂബുകൾ നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്നിങ്ങനെ വിശ്രമം കൂടാതെ വിളിച്ച് ആരാധിക്കുമ്പോൾ ഞാൻ അത്യുന്നതനോട് സമനാകുമെന്ന് പറഞ്ഞാൽ എന്നെയും ആരാധിക്കുവാൻ ഒരു കൂട്ടം ആളുകളോട് ഉണ്ടായിരിക്കണം, ഒരു സൈന്യം ഉണ്ടായിരിക്കണം എന്നല്ലേ ആഗ്രഹിച്ചത്. അതിൻ്റെ ആള് തന്നെയാണ് യേശുവിനെ കൂട്ടിക്കൊണ്ടുപോയി എന്നെ ഒന്ന് നമസ്കരിക്കുമെന്ന് ആവശ്യപ്പെട്ട്. ഇപ്പോൾ ഇതാ അടുത്തയാള്, എന്നെ നിങ്ങൾ ആരാധിക്കും. വളരെ വേദനയോടുകൂടി പറയട്ടെ സാർ, അങ്ങേക്ക് മാനസാന്തരപ്പെടാനുള്ള അവസരം അങ്ങ് തന്നെ അങ്ങയുടെ വാക്കിലൂടെ തന്നെ വരുത്തി വെച്ചിരിക്കുന്നു. പിന്നെ അടുത്തൊരാശയം പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. ഇതാണ് ശരിക്കും വേദങ്ങൾ പറയുന്നത്, അദ്വൈത സിദ്ധാന്തം പറയുന്നത്, ഋഗ്വേദം പറയുന്നത്. ഭാരതത്തിൻ്റെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെല്ലാം പ്രതിപാദിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. തത്വമസി, നീ ആരെയാണോ അന്വേഷിക്കുന്നത് അത് നീ തന്നെയാണ്. അകം ബ്രഹ്മാസ്മി, നിന്റെ ഉള്ളിലാണ് ആ ബ്രഹ്മം, ആ ദൈവം നിന്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മളെക്കുറിച്ച് വേദങ്ങൾ പറയുന്നതും നീ തന്നെയാണ് ദൈവം. സർ, ഭാരത മതഗ്രന്ഥവും വിശുദ്ധ വേദവസ്തുവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്നത് അങ്ങയുടെ ഒരു അറിവ് കുറവാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഞാനൊരു പുസ്തകം കാണിക്കാം. ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന, വളരെയധികം ഇഷ്ടപ്പെടുന്ന ഡോക്ടർ അംബേദ്കർ നേരെ തിരിച്ചാണ് കാണിച്ചത്. ഞാൻ ആ ആശയത്തിലല്ല പറഞ്ഞത്. അനേക കാര്യങ്ങൾ പഠിക്കുവാനും ചിന്തിക്കുവാനും ഇങ്ങനൊരു സമ്പ്രദായവും സംസ്കാരവും നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നുവല്ലോ എന്ന് എനിക്ക് ഗ്രഹിക്കുവാൻ എന്നെ സഹായിച്ച ഒരു ഗ്രന്ഥമാണിത്. അങ്ങത് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അങ്ങ് പറഞ്ഞു, നാം ദൈവമായി തീരും. ദൈവത്തിൻ്റെ എല്ലാ അന്തസത്തകളും, ദൈവത്തിൽ അന്തർലീനമായിരിക്കുന്നത് എല്ലാം നമ്മളിലേക്ക് വരുമ്പോൾ നാം ദൈവമായി മാറും. ഞാനിപ്പോൾ കാണിച്ച പുസ്തകത്തിൽ അനുലോമജാതി, പ്രതിലോമജാതി, അന്തരാളജാതി, ശങ്കരജാതി എന്നിങ്ങനെ വിവിധ തര ജാതികളെ കുറിച്ച് പറയുന്നുണ്ട്. ചാതുർവർണ്ണം നിലനിന്ന കാലത്ത് ഇന്ന് ഉന്നത നിലവാരത്തിലാണെന്ന് അവകാശപ്പെടുകയും അന്ന് ശൂദ്രൻ എന്ന ഗണത്തിൽ എണ്ണപ്പെടുകയും ചെയ്തിരുന്ന ആ സമൂഹത്തിന് പോലും ദൈവത്തിൻ്റെ വേദമായ ആ വലിയ മഹത് വചനങ്ങൾ ശ്രവിക്കുവാനോ ഉച്ചരിക്കുവാനോ ഹൃദ്യസ്ഥമാക്കുവാനോ അനുവാദമില്ലാതിരുന്നൊരു കാലം. ശ്രവിച്ചാൽ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കണം, ഉച്ചരിച്ചാൽ നാവ് പിഴുതെടുക്കണം, ഹൃദ്യസ്ഥമായാൽ തകർത്ത് കളയണം എന്നുള്ള ഒരു പഠിപ്പിക്കലും അങ്ങനെ സമ്പ്രദായവും നിലനിന്ന കാലത്തും ചാതുർവർണ്ണത്തിലെ 4-ാമത്തെ ഗണമായ ഇവർക്ക് പോലും അതിനുള്ള അവകാശമില്ലായിരുന്നുവെങ്കിൽ ഇവിടെ പറയുന്ന ഈ പ്രതിലോമജാതിക്കും അനുലോമജാതിക്കും ശങ്കരാദി ജാതിക്കും ഒക്കെ എങ്ങനെ ഒരു ദൈവമായി മാറാൻ കഴിയുമെന്നാണ് ഭാരത മതവീക്ഷണത്തിൽ അങ്ങ് കണ്ടെത്തിയത്. ഇത് ഞാൻ ഡോക്ടർ KG മനോജ് എന്ന് പറയുന്ന വ്യക്തിയോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇതിനിവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ ആരും മറുപടി പറയാൻ തുനിയണ്ട, നിങ്ങളോടുള്ള ചോദ്യമല്ല. കാരണം ഞാൻ ഇതും വായിച്ചിട്ടുണ്ട്, ഈ പറയപ്പെടുന്ന കുറെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. എന്നാൽ ഭാരത മതവീക്ഷണം എന്താണെന്നോ വിശുദ്ധ വേദപുസ്തകത്തിലെ പഠിപ്പിക്കൽ എന്താണെന്നോ തരംതിരിച്ച് പഠിക്കാത്ത ഇദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നു. ഞാൻ പഠിച്ചിരുന്ന ചരിത്രമനുസരിച്ച് ഇന്ത്യയിൽ ദ്രാവിഡ വർഗം ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ വന്ന ഒരു ആര്യ സമൂഹമുണ്ട്. ഈ പറയപ്പെടുന്ന വേദങ്ങളെല്ലാം ആര്യവേദങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ആര്യവേദം
അതിലാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, പിന്നെ അത് അഷ്ടാംഗ വേദങ്ങളായി 8ആയി തിരിക്കുന്നതൊക്കെയും ആര്യവേദങ്ങളാണ്. ഭാരതത്തിന്റെ മക്കൾ എന്ന് പറയുന്നത് ഞാൻ പഠിച്ച ചരിത്രത്തിൽ, ഇന്ന് നിലനിൽക്കുന്ന ചരിത്രത്തിൽ ദ്രാവിഡരാണ് ഭാരത മക്കൾ. ആര്യന്മാർ ഇവിടെ വന്നവരാണ്. അങ്ങനെയെങ്കിൽ ഭാരത മതവീക്ഷണം എന്ന് പറയണമെങ്കിൽ ദ്രാവിഡർ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? അതാണ് ഭാരതീയ മതവീക്ഷണം, മതഗ്രന്ഥം. അതുകൊണ്ട് തന്നെ അങ്ങ് ഋഗ്വേദത്തിൽ നിന്ന് എന്തോ വായിച്ചു എന്നും വേദങ്ങളിൽ നിന്ന് എന്തൊക്കെ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് താങ്കൾ അതിനെ ഭാരത മതഗ്രന്ഥം എന്ന് പറഞ്ഞു. അതിൽ ഞാൻ വളരെ ഖേദിക്കുന്നു. ഒന്നുകിൽ അങ്ങയുടെ പ്രസ്താവന തെറ്റ്, അല്ലെങ്കിൽ എൻ്റെ പഠനം തെറ്റ്. ചരിത്രകാരന്മാരിൽ എഴുതപ്പെട്ട ചരിത്രമാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. ഈ പറയപ്പെടുന്ന കാലത്ത് ഞാനോ എൻ്റെ അപ്പനോ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുമായിരുന്നു. നമുക്ക് ലഭ്യമായിരുന്ന ചരിത്രത്തിൽ ഞാൻ പറയട്ടെ, ദ്രാവിഡ വർഗം ജീവിച്ചുകൊണ്ടിരുന്ന ഈ ഇന്ത്യയിലേക്ക് വന്നവർ കൊണ്ടുവന്ന വേദം എങ്ങനെ ഭാരത വേദമാകും? ചരിത്രത്തോടുള്ള ബന്ധത്തിൽ ഡോക്ടർ KG മനോജ് അങ്ങോട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞതനുസരിച്ച് ദൈവത്തിൻ്റെതായ ആ ഒരു അന്തസത്ത, ദൈവത്തിൻ്റെ ഗുണനിലവാരങ്ങൾ ഒരു വ്യക്തിയിൽ വന്നാൽ അവർ ദൈവമായി മാറും. എന്താ പറഞ്ഞത്? നീ എന്തിനെ അന്വേഷിച്ചു പോകുന്നു അത് നീ തന്നെ. ഇത് അങ്ങേക്ക് പറയാൻ കഴിയും. എന്നാൽ ഇവിടെ വേദങ്ങളുടെ അവകാശികളാണെന്നും ഞങ്ങളാണ് വേദങ്ങൾ പഠിപ്പിക്കേണ്ടതെന്നും എന്ന് അവകാശപ്പെടുന്ന സമൂഹം, ഇവിടുത്തെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ പട്ടികജാതിയിൽപ്പെട്ട ഒരു വ്യക്തി ഈ പറഞ്ഞ രീതിയിൽ വേദം വിശ്വസിക്കുകയും ദൈവത്തിൻ്റെതായ അന്തസത്തയും ഗുണനിലവാരങ്ങളും വെളിപ്പെടുത്തിയാൽ ഈ പറയപ്പെടുന്ന നമ്മുടെ കേരളത്തിലൊരു നേതാവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഉന്നത കുലജാതനായ ഒരുവന് ഈ മനുഷ്യനെ നോക്കിയിട്ട്, ഈ പട്ടികജാതിക്കാരനെ നോക്കിയിട്ട് ദൈവമേ എന്ന് വിളിക്കാനുള്ള ഒരു മനോഭാവം ഇല്ല എങ്കിൽ അങ്ങ് വേറെ ആരെ കൂട്ടുപിടിച്ച് സംസാരിക്കാതിരിക്കുന്നതല്ലയോ നല്ലത്? അങ്ങോട്ട് ഞാനൊന്ന് പറയാം. ഡോക്ടർ KG മനോജ്, അങ്ങ് ഈ വീഡിയോയിൽ അവകാശപ്പെട്ടിരിക്കുന്ന സകല കാര്യങ്ങളും ശുദ്ധ അബദ്ധമാണ്. ഒന്നുകിൽ വചനം പഠിച്ചപ്പോൾ നേരാവണ്ണം പഠിക്കാൻ ശ്രമിക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ശ്രോതാക്കളോട് പറയട്ടെ, ഇത്തരത്തിലുള്ള വ്യാജ ഉപദേശങ്ങൾ ഇറങ്ങുമ്പോൾ അതിനും ലൈക്ക് അടിക്കുകയും ആമേൻ പറയുന്ന ഒരു സമൂഹം ചെറുതായിട്ടെങ്കിലും ഉണ്ടല്ലോ എന്ന വേദനയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് അദ്ദേഹത്തോട് യാതൊരു പിണക്കവുമില്ല. ഞാൻ അദ്ദേഹത്തെ 2-3 പ്രാവശ്യം വിളിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇനിയും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ KG മനോജ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകളോട് വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ ആർക്കും യോജിക്കാൻ കഴിയില്ലാത്തതാണെന്ന് തിരുവചന വെളിച്ചത്തിൽ തെളിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് കൂടിക്കാണാം പുതിയ ചിന്തകളുമായി. അതുവരെ ദൈവം നമ്മെ സ്വർഗീയ സമാധാനം കൊണ്ട് അനുഗ്രഹിച്ച് നിലനിർത്തുമാറാകട്ടെ.